ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. ഈ ഒരു നോമ്പിനും ചൂടിനൊക്കെ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി പഞ്ചസാരയും മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്നാലും മിൽക്ക് മെയ്ഡും കൂടി ചേരുമ്പോൾ നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ അടിയിൽ പിടിക്കും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരച്ചെടുത്ത ഈ ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ക്യാരറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് നിൽക്കുന്നുണ്ടും അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇതൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുനാഫയുടെ സേമിയാണ് കേട്ടോ. ഇതിപ്പോൾ ഇതാ ഒരു കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സേമി വേണമെന്നുണ്ടെങ്കിൽ അത്രയും എടുക്കാവുന്നതാണ്. ഈ ഒരു കുനാഫയുടെ സേമിയും കൂടി ചേർത്തതിന് ശേഷം ഞാനിതാ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു സേമിയൊക്കെ മാത്രം മതിയാകും കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ പാലിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാണ് കേട്ടോ. പാലിലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലോ നിങ്ങൾക്ക് കലക്കി ഇതിലേക്ക് ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് നിങ്ങൾക്ക് നല്ലതുപോലെ കുറുകിയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കസ്റ്റാർഡ് പൗഡർ അധികമായിട്ട് എടുത്തിട്ട് പാലിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് നല്ല കട്ടിയോട് കൂടിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം കസ്റ്റാർഡ് പൗഡർ മതിയാകും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ ഒരു പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു സേമിയ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വന്നോളും. കുനാഫയുടെ സേമിയ ആയതുകൊണ്ട് ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ അത് കുക്കായി വരാൻ. അപ്പോൾ ഈ ഒരു പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ കസ്കസാണ് കേട്ടോ. കസ്കസ് നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കസ്കസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട്. നല്ലോണം തണുത്തതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട്, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പിനും ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഈ ഒരു തണുപ്പോട് കൂടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഞാനിപ്പോൾ ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ടെടുക്കുന്നുണ്ട്. അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടുകൊടുത്താണ് കേട്ടോ, വേണമെന്നില്ല, ഓപ്ഷണലാണ്. അപ്പോൾ ദാ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. നല്ല ടേസ്റ്റിയാണ്. ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിന് ക്യാരറ്റും അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടിയും ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്